എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സൗണ്ടിനൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. സുഖമില്ലാണ്ടിരിക്കുകയാണ്, പനിയും ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമുക്കത് സൗണ്ട് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നും നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ സേമിയ പായസമാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്നത്. അപ്പോൾ സേമിയ പായസം നമ്മുടെ നല്ല വണ്ണമുള്ള നീളമുള്ള ആ ഒരു സേമിയ കൊണ്ടാണ് നമ്മൾ പായസം വയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിൽമിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നമ്മുടെ പശുവിൻ പാലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കാച്ചാത്ത പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സേമിയ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലിന് 100 ഗ്രാം സേമിയ എന്ന കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സേമിയ പായസം വയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് നേരം കഴിഞ്ഞ് ഒരുപാട് കട്ടിയായിട്ട് പാലൊന്നും കാണാണ്ട് സേമിയ മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും ഇല്ലാണ്ട് എത്ര നേരം കഴിഞ്ഞാലും നമ്മുടെ പാലും സേമിയ ഒരേ അളവിൽ നല്ല ക്രീമി ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സേമിയ പായസം എന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 300ൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിന് 100 ഗ്രാം ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നൊരു 100 ഗ്രാം എടുത്തിട്ട് നമ്മളിന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നേരം കഴിഞ്ഞാലും പാല് വേറെ അതുപോലെ സേമിയ വേറെ ഉണ്ടാവില്ല കേട്ടോ. കുടിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ വെക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ സേമിയൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പായസം വയ്ക്കുമ്പോഴാണല്ലേ സേമിയ പായസം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ചെറിയ വറുത്തിട്ടുള്ള സേമിയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ പണ്ട് മുതലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളതിലാണ് സേമിയ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ കാച്ചാത്ത പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെറും പാൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ചേർക്കാണ്ട് അതവിടെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. സേമിയ നമ്മൾ കൊട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊരു കളറ് ചേഞ്ച് ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ചിട്ടൊക്കെ വരും. അപ്പോൾ രണ്ടും നമ്മൾ ഒരേ സമയം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. ഇത് കളറ് ചേഞ്ച് ആകുമല്ലോ, ഒരു ബ്രൗൺ കളറൊക്കെ വരുമല്ലോ, ആ സമയം വരെ വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. സേമിയ പായസത്തിൽ ബ്രൗൺ കളർ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് എത്ര ചോക്കന വറുക്കണോ അതിനനുസരിച്ചിട്ട് നമുക്ക് സേമിയ വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സേമിയ ഏകദേശമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളമൊന്നുമല്ല, നമ്മുടെ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചവെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് തിക്കായി പോണ്ട. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിവിടെ കിടന്നിട്ട് നമ്മുടെ സേമിയ ഒരു 3/4 വേവ് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാല് മെല്ലെ ഒന്ന് തിള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് തിള വരുന്ന സമയത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി നിങ്ങൾക്ക് വെറും പാല് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ട് വെറും പാലിലാണ് നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് ഒന്നുകൂടെ കുറുകി വരട്ടെ നമ്മുടെ പാല്. അപ്പോൾ ഈ സമയം നമ്മുടെ സേമിയ നല്ലപോലെ തന്നെ ഒരു 3/4 വേവ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് വേവേണ്ട ആവശ്യമില്ല, ഒരു 3/4 വേവ് വെന്താൽ മാത്രം മതിയാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന് മേലേക്ക് നമ്മളൊരു അരിപ്പ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആ പാത്രം ഒന്ന് കഴുകി അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സേമിയയിൽ ഒരുപാട് ഇങ്ങനെ കൊഴുപ്പ് പോലെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സേമിയ വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ച് അത് ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കുന്നത്. ഇത് ഊറ്റിയെടുത്തതിന് ശേഷം ഈ സേമിയയിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നുകൂടെ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നത്. ഇപ്പം നമ്മുടെ സേമിയ കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സേമിയയിലുള്ള കൊഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളം മുഴുക്ക നമ്മൾ കളഞ്ഞെടുക്കുക. അതിന് ശേഷം നമ്മുടെ പാല് ഏകദേശമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറുകിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏകദേശം തിളച്ച് ഒരുവിധമായിട്ടേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നിട്ട് നമ്മുടെ പാലും സേമിയയും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒന്ന് വെന്ത് വരണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേമിയ
കുറച്ച് വേവാനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാല് കിടന്ന് ഒന്നുകൂടെ വെന്ത് വരുമ്പോഴാണ് നമ്മുടെ പാലിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ സെമിയിലേക്ക് ഉണ്ടാവുക കേട്ടോ. പിന്നെ അതേ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ ചവ്വരി അത് നമ്മൾ ഒരു കൈപ്പിടി അളവ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലിന് 100 ഗ്രാം സേമിയ അതുപോലെ ഒരു കൈപ്പിടി ചവ്വരി അത് നെയ്യിൽ ചേർത്ത് നല്ലപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരം വറുക്കുമ്പോൾ തന്നെ നമ്മുടെ ചവ്വരിക്കൊരു കളർ വ്യത്യാസമൊക്കെ വരും കേട്ടോ. ആ സമയം വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിവിടെ കിടന്നിട്ട് ഈ വെള്ളത്തിൽ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ സമയം നമ്മുടെ സേമിയ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ വെന്ത് കറക്റ്റായി വരും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചവ്വരി നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നമ്മുടെ സേമിയയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അധികം മധുരത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ മധുരം പാകമായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ചേർത്തിട്ടില്ല. സാധാരണ നമ്മുടെ പഞ്ചസാര മാത്രം ചേർത്തിട്ടാണ് നമ്മുടെ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ പാലും പഞ്ചസാരയും സേമിയയും ചവ്വരിയും എല്ലാം കൂടെ തന്നെ കിടന്നിട്ട് നല്ലപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി സ്ട്രക്ചറിൽ തന്നെ ഇരിക്കും. നമ്മളത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വറവൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏലക്കയുടെ തോലൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പായസത്തേക്ക് നമ്മൾ ഒരു നുള്ളു പഞ്ചസാരയില്ല ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാട്ടാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മുടെ ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർന്ന് നല്ല പോലെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമായിരിക്കില്ലേ നമ്മുടെ സേമിയ പായസത്തിൽ ഈ ഏലക്കയുടെ ആ ഫ്ലേവർ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വറുത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെയ്യിലാണ് നമ്മളിത് വറുത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്തിരി ചേർത്തിട്ടില്ല, ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ നെയ്യ് ചൂടാകുന്നതിന് മുമ്പ് നമ്മളിത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യിനൊരു കറിയ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പായസം വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മധുരത്തിന് അധികം ആവശ്യം വരില്ല കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാകും നമ്മുടെ പായസത്തിന് കേട്ടോ. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 കപ്പ് മധുരം ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഏലക്ക കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടെ നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോഴും നമ്മൾ സാധാരണ പായസം വയ്ക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ സേമിയ ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളമൊക്കെ വറ്റി ആകെപ്പാടെ തനിയെ കിടക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ സേമിയയും പാലും പഞ്ചസാരയും ഒരേ അളവ് പോലെ തന്നെ നല്ല മിക്സായിട്ട് കിടക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പായസം. അപ്പോൾ ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്ക് അടുത്തേക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ. നമുക്ക് എത്ര സമയം കഴിഞ്ഞാലും പാലും പഞ്ചസാരയും സേമിയയും എല്ലാം ഒരേ അളവിൽ ഇങ്ങനെ ക്രീമി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കാത്തവർ വെച്ച് നോക്കുക. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ പായസം ഓവറായിട്ട് കട്ടി പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പായസം. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. സൗണ്ട് ശരിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ടാകും നമ്മൾ ഈ പറയുന്നതിൽ. എന്നാലും നമ്മൾ ഡെയിലി വീഡിയോ ഇടാണ്ടിരുന്നാലും ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ടാണ് വയ്യെങ്കിലും നമ്മൾ സൗണ്ട് ഓവറൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ വയ്യാത്ത കാരണമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സേമിയ പായസം ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്